സ്കൂളിൽ കുട്ടികളും മറ്റു ടീച്ചേഴ്സും അവരെ വളരെയധികം സ്നേഹിക്കുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നു. മാത്രമല്ല, അവരുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ അവരെ പറഞ്ഞ് എല്ലാവരും അഭിമാനിക്കുന്നു. ചെറുപ്പത്തിൽ അവർക്ക് വരയ്ക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. കിട്ടുന്ന പേപ്പറെല്ലാം അവർ അവരുടെ കുഞ്ഞു കുഞ്ഞു ഡ്രോയിങ്സ് അതിൽ ഉണ്ടാക്കുമായിരുന്നു. പിന്നീട് വലുതായപ്പോൾ മാരേജ്, ജോബ്, കുട്ടികൾ, ഇതിനിടയിൽ അവർ അവരുടെ ഇഷ്ടങ്ങൾ മറന്നുപോയി. പക്ഷേ അവരുടെ ഉള്ളിലുള്ള ആ കുഞ്ഞു രാധ ഇപ്പോഴും കളർ പെൻസിൽസും പെയിന്റ് ബ്രഷും പിടിച്ച് സങ്കടത്തോടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. റിട്ടയർ ആയതിനു ശേഷം ഒരു ദിവസം വീടൊന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവർ ഒരു പഴയ അലൂമിനിയം ബോക്സ് കണ്ടു. അവർക്ക് ഓർമ്മ വന്നു, അത് അവർ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന ബോക്സാണ്. എന്താണ് അതിൻ്റെ ഉള്ളിൽ? ഒന്നും ഓർമ്മയില്ല. പക്ഷേ ആകാംക്ഷയോടെ അവർ അത് തുറന്നു നോക്കി. അതിൽ 3 ചെറിയ പെയിന്റിംഗ് ബ്രഷും കുറച്ച് പെൻസിൽസും ഒരു പഴയ നോട്ട്ബുക്കും ഉണ്ടായിരുന്നു. ബ്രഷുകൾ, കളർ പെയിന്റ് ഉണങ്ങിയ രൂപത്തിലായിരുന്നു. നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്തപ്പോൾ കുറച്ച് പേജുകളിൽ രാധമ്മ വരച്ച ചെറിയ ചെറിയ ഡ്രോയിങ്സ്. അത് കണ്ടപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ചും അവരുടെ സന്തോഷങ്ങളെക്കുറിച്ചും ഓർമ്മ വന്നു. അവർക്ക് അറിയുമായിരുന്നില്ല അവർക്ക് കിട്ടിയ ആ ബോക്സ് അത് അവരുടെ ശേഷം ജീവിതം മാറ്റാൻ പോകുന്ന ഒരു നിധിയാണ് എന്ന്. അവർ അന്ന് തന്നെ ടൗണിലുള്ള ബുക്ക് സ്റ്റോറിൽ പോയി അവർക്ക് ഇഷ്ടപ്പെട്ട ക്രയോൺസും കളർ പെൻസിൽസും വാട്ടർ കളറും ബ്രഷുകളും എല്ലാം വാങ്ങിച്ചു. അവർ സ്വപ്നം കാണാൻ തുടങ്ങി. അവരെ തന്നെ. അവരുടെ മുഖത്തിൽ സന്തോഷമായിരുന്നു. അവരുടെ ഉള്ളിലുള്ള ആ കുഞ്ഞു രാധ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം പുഞ്ചിരിച്ചു തുടങ്ങി. അവർ വീണ്ടും വരയ്ക്കാൻ തുടങ്ങി. ഏകദേശം 3 വർഷത്തിന് ശേഷം അവർ അവരുടെ കുറച്ച് ഫ്രണ്ട്സിന്റെ ഹെൽപ്പോടുകൂടി അവരുടെ ടൗണിൽ തന്നെ ഒരു ചെറിയ ആർട്ട് എക്സിബിഷൻ നടത്തി. അവരുടെ ഡ്രോയിങ്സ് എല്ലാം ഡിസ്പ്ലേ ചെയ്തു, പ്രദർശിപ്പിച്ചു. രാധമ്മ മേഡം, ടീച്ചർ മേഡം എന്ന് വിളിച്ചിരുന്ന അവരുടെ സ്റ്റുഡൻസും മറ്റു ടീച്ചേഴ്സും അവരുടെ സൃഷ്ടികളുടെ നിറങ്ങൾ, കഥകൾ, ഇമോഷൻസ് എല്ലാം കണ്ട് ഞെട്ടിപ്പോയി. രാധമ്മ ഒട്ടും പ്രതീക്ഷിക്കാതെ കുറച്ചു പേർ ആ ചിത്രങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുകയും ചെയ്തു. എല്ലാവരും ചിത്രങ്ങളെ കണ്ട് തമ്മിൽ തമ്മിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ രാധമ്മ അവിടെ ഹാളിന്റെ നടുക്ക് നിൽക്കുകയായിരുന്നു, കണ്ണിൽ സന്തോഷ കണ്ണുനീരോടെ. അവർ തിരിച്ചറിയുകയായിരുന്നു അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു എന്ന്. അത് അവർക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. സിംപ്ലി വെയിറ്റിംഗ് ഫോർ ഹെർ. നമ്മുടെ ആരുടെയെങ്കിലും ഉള്ളിൽ ഇങ്ങനെ ഒരു രാധമ്മ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? കാത്തിരിക്കുന്നുണ്ടോ? രാധമ്മ റിട്ടയർ ആകുവാൻ വരെ കാത്തിരുന്നു. നമ്മളും അങ്ങനെ വേണോ? ഇന്നത്തെ നമ്മുടെ സെഷൻ, ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു ബിഗിൻ. രാധമ്മയുടേത് ഒരു യുണീക് സ്റ്റോറി ഒന്നുമല്ല. ഡെയിലി ലൈഫിൽ ധാരാളം രാധമ്മമാരെ കാണാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ, പരിസരത്തിൽ, എവിടെയും ചിലർ അവരുടെ സങ്കടങ്ങളെ, ആഗ്രഹങ്ങളെ പറഞ്ഞ് സങ്കടപ്പെടും. ചിലർ പാവം അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിൽ ഉണ്ട് എന്ന് തന്നെ അറിയാതെ പോകുന്നു. You can't go back and change the beginning, but you can start where you are and change the ending. നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നുമാണോ അതിനെ മാറ്റാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ എവിടെയാണോ അവിടെ നിന്നും തുടങ്ങി നമ്മുടെ ഡെസ്റ്റിനേഷനെ മാറ്റാൻ നമുക്ക് സാധിക്കും. ബ്രിട്ടീഷ് റൈറ്റർ C.S. ലൂയിസ് പറഞ്ഞ വാക്കുകളാണിത്. ഒരു മിനിറ്റ് ഒന്ന് ചിന്തിക്കാം. നമ്മളോടൊന്ന് തന്നെ നമുക്കൊന്ന് ചോദിക്കാം. നമ്മൾ നമ്മുടെ സ്വപ്നത്തിന് വേണ്ടിയുള്ള അടുത്ത സ്റ്റെപ്പ് എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ നമ്മളോട് തന്നെ അടുത്ത വർഷം നോക്കാം എന്നോ അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ പ്രായം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ 2 ചോദ്യവും നമുക്ക് തന്നെ നമ്മളോടൊന്ന് ചോദിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഹിഡൻ ടാലൻസ്, പാഷൻസ്, കോളിംഗ് ഉണ്ട്.
നമ്മൾ ഒരിക്കലും അത് പുറത്തെടുക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ അത് പുറത്തു വരാതെ തന്നെ പോകും. രാധമ്മ കളർ പെൻസിൽസും പെയിന്റും ബ്രഷുമൊക്കെ കയ്യിലെടുത്തില്ലെങ്കിൽ അവരുടെ സോൾ ആ റിഗ്രറ്റ് ചുമന്നുകൊണ്ടേയിരിക്കും. ഓസ്ട്രേലിയൻ പാലിയേറ്റീവ് കെയർ നഴ്സ് ബ്രോണി വെയർ അവരുടെ പുസ്തകത്തിൽ ദ ടോപ്പ് 5 റിഗ്രറ്റ്സ് ഓഫ് ദ ഡൈയിങ് അതിൽ എഴുതിയത് ഏറ്റവും കൂടുതൽ അവർ കേൾക്കുന്ന റിഗ്രറ്റ് മെസ്സേജ്, ഐ വിഷ് ഐ ഹാഡ് ലിവ്ഡ് എ ട്രൂ ലൈഫ് ടു മൈസെൽഫ്, നോട്ട് വാട്ട് അതേഴ്സ് എക്സ്പെക്റ്റഡ് ഓഫ് മീ. ഒരു പക്ഷേ ഞാൻ എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമല്ലാതെ എനിക്ക് വേണ്ടി ജീവിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നവരാണ് കൂടുതലും. ഞാൻ എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമല്ലാതെ എനിക്ക് വേണ്ടി ജീവിച്ചിരുന്നുവെങ്കിൽ. എത്ര പവർഫുൾ, എത്ര പെയിൻഫുൾ മെസ്സേജ് അല്ലേ? ഇതിനു മുൻപ് ചോദിച്ച 2 ചോദ്യങ്ങളുടെ ഉത്തരം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ നമുക്ക്? പുതിയ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ, ശ്രമിച്ചില്ലെങ്കിൽ ലൈഫ് വളരെ റിപ്പീറ്റേറ്റീവ് ആവും. ഇക്കിഗായ് പുസ്തകം നമ്മൾ എല്ലാവരും വായിച്ചിട്ടുള്ളവരായിരിക്കും. അതിൽ പറയുന്നുണ്ടല്ലോ, there is a passion inside you, that talent that which gives meaning to your days and drives you. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു പാഷൻ ഉണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ദിവസങ്ങൾക്ക് അർത്ഥം നൽകുന്ന ആ ഒരു ഇഷ്ടം, അതായിരിക്കും നമ്മുടെ പർപ്പസ്, നമ്മുടെ ഇക്കിഗായ്. ചിലപ്പോൾ നമുക്ക് സംശയം തോന്നാം, ഇപ്പൊ എനിക്ക് ഒരു ആഗ്രഹം തോന്നുന്നു, ഇത് തന്നെയാണോ യഥാർത്ഥത്തിൽ എൻ്റെ ആ അൾട്ടിമേറ്റ് പാഷൻ? ചിലപ്പോൾ അതാവണമെന്നില്ല. പക്ഷേ ഇപ്പൊ എന്താണോ തോന്നുന്നത് അതിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒരു പക്ഷേ ഇപ്പോൾ തുടങ്ങുന്ന ഒന്ന് വേറെ എന്തിൻ്റെയെങ്കിലും കണക്ഷൻ ആയിരിക്കും. അതായത് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒരു ബസ് ഉണ്ട്, ആ ബസ്സിൽ കയറാം. നമ്മൾ എവിടെയാണോ എത്തേണ്ടത് അവിടേക്കുള്ള ബസ് ഈ ബസ്സായിരിക്കും ചിലപ്പോൾ കണക്ട് ചെയ്തു തരുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണത്. അതുകൊണ്ട് കൂടുതൽ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട, ലെറ്റ് സ്റ്റാർട്ട്. ലൈഫിനെ സൈക്കിൾ ഓടിക്കുന്നതിന് പോലെ നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ സൈക്കിൾ പെഡൽ ചെയ്യുമ്പോൾ, ചവിട്ടുമ്പോൾ, അപ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോവാൻ സാധിക്കുക, പുതിയ സ്ഥലങ്ങൾ കാണാൻ സാധിക്കുക. അവിടെയാണ് ഹാപ്പിനെസ്. ഒരു സ്ഥലത്ത് ഇരുന്നു പോയാൽ ചെയ്യാനൊന്നുമില്ല എന്ന അവസ്ഥയിൽ നമ്മൾ അവിടെ എത്തിച്ചേരും. ദർ ഇസ് നോ ജോയ്. പുതിയ ഹോബി, പുതിയ കരിയർ, പുതിയ കാര്യങ്ങൾ, പലപ്പോഴും പുതിയ ആളുകളുമായി പരിചയമുണ്ടാക്കും. അതുവഴി പുതിയ ഫ്രണ്ട്സ്, മെന്റേഴ്സ്, നമ്മൾ മടിച്ചു നിൽക്കുന്ന അതിനപ്പുറം പുതിയ പല അവസരങ്ങളും നമ്മുടെ അടുത്ത് ഇതുമൂലം വന്നു ചേരും, എത്തിച്ചേരും. എൻ്റെ ചെറിയമ്മ ഒരു ചെറിയ ടൂർ ഗൈഡാണ്. ഒരു ദിവസം 2 ദിവസത്തിൻ്റെയൊക്കെ യാത്രകൾ അറേഞ്ച് ചെയ്ത് എല്ലാവരെയും കൊണ്ടുപോകാറുണ്ട്. കൂടുതലും പ്രായമായവരാണ് അമ്മമാര്, 40 വയസ്സിന് മുകളിലുള്ളവര്. അമ്പലങ്ങളായിരിക്കും മോസ്റ്റ്ലി അവർ പോകുന്നത്. ഒരു ഗ്രാമപ്രദേശത്തിൽ നിന്നുമാണ് ഈ അമ്മമാരൊക്കെ വരുന്നത്. യാത്രയൊക്കെ കഴിഞ്ഞ്, ദർശനമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് തിരിച്ചു പോകുമ്പോൾ എല്ലാവരും നല്ല ക്ഷീണിച്ചായിരിക്കും വരുന്നത് എന്ന് നമ്മൾ കരുതും. പക്ഷെ അവിടെ തെറ്റിപ്പോയി. യഥാർത്ഥ സ്റ്റോറി ഇവിടെ നിന്നുമാണ് തുടങ്ങുന്നത്. ചെറിയമ്മയുടെ പേര് സാവിത്രി എന്നാണ്. സാവിത്രി ആ പാട്ട് വെക്കി എന്ന് ആദ്യത്തെ ശബ്ദത്തിൽ നിന്ന് തുടങ്ങും. പിന്നെ ബസ്സിൽ മുഴുവനും ഡാൻസും പാട്ടും വീടെത്തുന്നത് വരെ ഒരു പെർസെൻറ്റേജ് പോലും അവിടെ ക്ഷീണമില്ല. എൻ്റെ ഗ്രാമത്തിലുള്ള ഈ വലിയമ്മയ്ക്ക് ഇത്രയും കഴിവുണ്ടോ? ഈ അമ്മമ്മ ഇത്ര നന്നായിട്ട് ഡാൻസ് ചെയ്യോ? ഇത്ര നന്നായി പാട്ട് പാടുവോ എന്ന് അറിയുന്നത് സാവിത്രി ചെറിയമ്മ ഷെയർ ചെയ്ത വീഡിയോസിൽ നിന്നുമായിരുന്നു. ഞാൻ ചെറിയമ്മയോട് ഈ ഒരു സന്തോഷം പങ്കുവെച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് നല്ലൊരു കാര്യമാണെന്ന് ചെറിയമ്മയോട് പറഞ്ഞപ്പോൾ ചെറിയമ്മ പറഞ്ഞ കാര്യം, സുനിത, അവർ യാത്രയിൽ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ഈ ഒരു ഭാഗമാണ്. എത്ര ഒരു നല്ലൊരു ഫീലിംഗ് ആണ് അല്ലേ കേൾക്കുമ്പോൾ തന്നെ.
എത്രമാത്രം ആഗ്രഹങ്ങളാണ്, എത്രമാത്രം സന്തോഷങ്ങളാണ് അവർ മനസ്സിൽ ഒതുക്കി വെച്ച് ജീവിക്കുന്നത്. ഫോർച്യുനേറ്റ്ലി, ഭാഗ്യവശാൽ അവർക്ക് ഇങ്ങനെയൊരു അവസരം കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് തന്നെ തിരിച്ചറിയാത്ത എത്രയോ പേർ നമുക്കിടയിലുമുണ്ട്. ആ ഒരു ഫീൽ നമുക്കുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് കണ്ടെത്തണം. ഇത് സെൽഫ് ലവിന്റെ ഒരു ഭാഗമാണ്. ഒട്ടും സെൽഫിഷ്നെസ് അല്ല. ഹൗ ടു പ്രിപ്പയർ അവർ സെൽസ് ടു ബിഗിൻ. എങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത്? നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏറ്റവും ആദ്യം അക്സെപ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. ഒരു തെറ്റുമില്ല. നമുക്കതിൻ്റെ അർഹതയുണ്ട് മറ്റാരെക്കാളിലും. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇനി എങ്ങനെ, എനിക്കത് എങ്ങനെ തുടങ്ങണം, ഒരു മടി പോലെ തോന്നുന്നു, ഈ ചിന്തകളൊക്കെ വരും. എനിക്ക് പ്രായമായി, പ്രായം കൂടിപ്പോയി എന്ന ചിന്ത മാറ്റി ഞാൻ ജസ്റ്റ് തുടങ്ങുകയാണ് എന്ന് സ്വയം പറയാം. നിങ്ങൾ പഠിച്ച ഓരോ കാര്യവും, പേഷ്യൻസ്, ഡിസിപ്ലിൻ, റെസിലിയൻസ്, എല്ലാം നിങ്ങളുടെ സ്ട്രെങ്ത് ആയി മാറും. മൈൻഡ് പ്ലസിൽ തന്നെ ഓരോ ദിവസവും നമുക്ക് എത്ര എത്ര തിരിച്ചറിവുകളാണ് കിട്ടുന്നത്. ഇതെല്ലാം നമ്മുടെ സ്ട്രെങ്ത് ആണ്. ഒരിക്കലും ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടി നമ്മൾ കാത്തിരിക്കരുത്. എത്രയോ ക്ലാസ്സുകളിൽ ജോർജ് സാറും ഉണ്ണികൃഷ്ണ സാറും നമുക്ക് പകർന്നു തന്നതാണ്. നമുക്കറിയാം. ഗിറ്റാർ വായിക്കാനോ, ഡാൻസ് ചെയ്യാനോ, ബുക്ക് എഴുതാനോ ചെറുതായി സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആഗ്രഹം എന്താണ്? ചെറുതായി സ്റ്റാർട്ട് ചെയ്യാം. 20 മിനിറ്റ്സ്, 10 മിനിറ്റ്സ് ഓർ ഈവൻ 5 മിനിറ്റ്, 2 മിനിറ്റ്. അതൊരു നല്ല തുടക്കമാണ്. ടൈം ഈസ് ഇമ്പോർട്ടൻറ്റ്. ഫേമസ് ചൈനീസ് പ്രോവർബിൽ പറഞ്ഞതുപോലെ, ദ ബെസ്റ്റ് ടൈം ടു പ്ലാൻ എ ട്രീ വാസ് 20 years ago. ദ സെക്കൻഡ് ബെസ്റ്റ് ടൈം ഈസ് നൗ. അതുകൊണ്ട് ദ ബെസ്റ്റ് ഡേ ഈസ് ടുഡേ ആൻഡ് ദ ബെസ്റ്റ് ടൈം ഈസ് നൗ. ഈ നിമിഷം ഇപ്പോഴാണ്. നമ്മൾ ഇനി ഓവർ തിങ്ക് ചെയ്യരുത് ഇതിനെക്കുറിച്ച്. ജസ്റ്റ് ടെസ്റ്റ് യുവർ ഐഡിയാസ്. കൂടുതൽ ഒന്നും ചിന്തിക്കണ്ട. നമുക്ക് തുടങ്ങാം. എന്ത് സംഭവിക്കുമെന്ന് നോക്കാലോ. ചെറിയ പ്ലാനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നമ്മുടെ പ്ലാൻസ് ഫിക്സഡ് ആവണമെന്നില്ല. എൻജോയ് എക്സ്പെരിമെന്റിങ്. മനസ്സ് എങ്ങനെ ഫ്ലോ ആവുന്നുവോ അതുപോലെ നമുക്ക് പോകാം. നമ്മുടെ പാഷനുമായി ബന്ധമുള്ളവരുമായി നമുക്ക് കണക്റ്റ് ആവാം. കൂടുതൽ ഐഡിയാസ്, മോട്ടിവേഷൻ എല്ലാം നമുക്ക് കിട്ടും. ഒരിക്കലും നമ്മുടെ ഐഡിയാസിന് പ്രോത്സാഹനം കിട്ടാത്ത സ്ഥലത്ത് അതിനെക്കുറിച്ച് നമ്മൾ ഒരിക്കലും സംസാരിക്കരുത്. ബി വിത്ത് പീപ്പിൾ വേർ യുവർ പാഷൻ ലിവ്സ്. എ ഫോട്ടോഗ്രാഫി ഗ്രൂപ്പ്, എ ബുക്ക് ക്ലബ്ബ്, ഓൺലൈൻ റൈറ്റിംഗ് ക്ലബ്ബ്, ഇവിടെയൊക്കെ രജിസ്റ്റർ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് സംബന്ധിച്ച് നമുക്ക് അന്വേഷിക്കാം. നമ്മൾ വൈകിയാണ് തുടങ്ങുന്നത്. ഇപ്പോൾ തുടങ്ങുകയാണെങ്കിൽ പക്ഷെ നോ പ്രോബ്ലം. റിസൾട്ട് നമുക്ക് സ്ലോ ആയിരിക്കുമെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. നോ വറീസ്. നമ്മുടെ ശ്രമമാണ് ഇമ്പോർട്ടൻ്റ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ശ്രമം, നമ്മൾ ആക്ഷൻ എടുക്കുന്നുണ്ടോ, അതാണ് ഇമ്പോർട്ടൻ്റ്. റിജക്ഷൻസ് ഉണ്ടാകും, ഫെയിലിയേഴ്സും ഉണ്ടാകും. നെവർ മൈൻഡ്, കീപ് ട്രൈങ്. ഉറപ്പായിട്ടും പരാജയം സംഭവിക്കും. ജോർജ് സാർ പറഞ്ഞുണ്ടല്ലോ, ഓരോ പരാജയവും നമുക്ക് ഓരോ പാഠങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഡെസ്റ്റിനേഷനിലുള്ള ശ്രദ്ധ വേണ്ട. എൻജോയ് ദ ലേണിംഗ്. ആ പുതുമയെ എൻജോയ് ചെയ്യാം. മുന്നോട്ടുള്ള നമ്മുടെ ഓരോ അടിയും പതറുമ്പോൾ അതിന് നമ്മുടെ ചിരി കൊണ്ട് നമുക്ക് വരവേൽക്കാം. എങ്ങനെ നമുക്ക് ചിരി കൊണ്ട് വരവേൽക്കാം? നമ്മൾ പെട്ടെന്ന് ചെറിയൊരു വീഴ്ച വീഴുന്നു, ആദ്യം ചിരിക്കുന്നത് നമ്മളല്ലേ? ശരിക്കും വലിയ വീഴ്ചയല്ല കേട്ടോ, ചെറിയ വീഴ്ചയാണ്. ആദ്യം നമ്മളാണ് ചിരിക്കുക. അപ്പൊ അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയാൽ നമ്മൾ തന്നെ ചിരിക്കാം. അപ്പൊ കുഴപ്പമില്ലല്ലോ. ഹാപ്പിനെസ് ബിക്കംസ് യു എന്ന പുസ്തകത്തിൽ ടീന ടേണർ പറഞ്ഞതുപോലെ, സന്തോഷം എന്നോ എപ്പോഴോ ഒരു ഫ്യൂച്ചർ ടൈമിലല്ല. ഉണ്ണികൃഷ്ണ സാർ എപ്പോഴും പറയില്ലേ, അത് നമ്മൾ നടക്കുന്ന വഴിയിലാണ് ഇപ്പോൾ ഈ നിമിഷം.
ലേറ്റായി നമ്മൾ തുടങ്ങുമ്പോൾ ഒരുപാട് സില്ലി മിസ്റ്റേക്സ് ഉണ്ടാകും, ഉറപ്പായിട്ടും. അബദ്ധങ്ങൾ സംഭവിക്കും. മറ്റുള്ളവർ നമ്മളെ നോക്കി ചിരിക്കുമോ എന്ന പേടി വേണ്ട. ഇതിനു മുൻപ് പറഞ്ഞതുപോലെ. അതിനു മുൻപ് നമ്മൾ തന്നെ നമ്മളെ നോക്കി ഒന്ന് ചിരിക്കാം. ഡാൻസ് പഠിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയുള്ളവരുടെ കാലിലൊക്കെ ഒന്ന് ചവിട്ടിന്ന് വരും. നമ്മളൊരു സിനിമ കണ്ടിട്ടില്ലേ? മമ്മൂട്ടിയുടെ സിനിമ കണ്ടിട്ടില്ലേ? സാരമില്ല, സോറി പറയാം, ചിരിക്കാം. ചിത്രം വരയ്ക്കുന്ന സമയത്ത് അയ്യോ ഇതെന്ത് പടമാണ് വരച്ചത് എന്ന് നമുക്ക് തോന്നിയേക്കാം. ഡോണ്ട് വരി, ആ ചിത്രം സൂക്ഷിച്ചു വെക്കാം. അതൊരു സുവിനീർ ആയിരിക്കും, നിങ്ങളുടെ യാത്രയുടെ തുടക്കത്തിന്റെ സിമ്പിൾ. 5 സെക്കൻഡ് ഒന്ന് കണ്ണടച്ച് നമ്മളോട് ചോദിക്കാം, ഇന്നേക്ക് 10 വർഷത്തിന് ശേഷം നമ്മൾ തന്നെ എന്ത് സ്റ്റോറിയാണ് പറയുക? ഒരുപക്ഷെ ഞാനത് തുടങ്ങിയിരുന്നില്ലെങ്കിൽ എന്നതോ, അതോ എന്തായിരിക്കും? ഞാൻ അന്ന് അത് ചെയ്തത് വളരെ നന്നായി എന്നാണോ? മൈൻഡ് പ്ലസിലുള്ള നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് രണ്ടാമത്തെ ആയിരിക്കും. ഞാനത് ചെയ്തത് വളരെ നന്നായി എന്നായിരിക്കും. ഒരു പുതിയ കരിയർ തുടങ്ങണോ? ഇറ്റ് ഈസ് നോട്ട് ടു ലേറ്റ്. പുതിയ ഹോബിയാണോ? സ്റ്റാർട്ട് ഇറ്റ് ടുഡേ, നൗ. ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു റീഡിസ്കവർ ഹാപ്പിനെസ്. നമ്മുടെ സന്തോഷം റീഡിസ്കവർ ചെയ്യാൻ ഒട്ടും വൈകിയിട്ടില്ല. സത്യം എന്താണെങ്കിൽ ഓരോ സൂര്യോദയവും നമ്മളോട് സ്നേഹത്തോടെ പറയുന്നത് ബിഗിൻ അഗെയിൻ, ബിഗിൻ അഗെയിൻ, ബിഗിൻ അഗെയിൻ എന്നാണ്. ശ്രദ്ധിച്ച് കണ്ണടച്ച് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കാൻ സാധിക്കും. ബിഗിൻ അഗെയിൻ, ബിഗിൻ അഗെയിൻ. This is the beginning of your story and life is going to be so beautiful. Thank you. ഇനി നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം.